ലോർഡ്സ് ടെസ്റ്റിൽ പൊരുതി വീണ് ഇന്ത്യ 22 റൺസിനാണ് ഇംഗ്ലണ്ടിന്റെ ജയം. 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 170 പുറത്താവുകയായിരുന്നു. മത്സരത്തിൽ ജഡേജയുടെ ഒറ്റയാൾ പോരാട്ടവും വിഫലമായി. മൂന്നാം ടെസ്റ്റിലെ ഈ ജയത്തോടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലെത്തി. ഇംഗ്ലണ്ടിനെതിരെ ഒറ്റയ്ക്ക് പട നയിച്ച് സർ രവീന്ദ്ര ജഡേജ ഒരിക്കൽ കൂടി ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച ഓൾറൗണ്ടർ താനെന്ന് ജഡേജ തെളിയിച്ചു. 87-7 എന്ന നിലയിൽ നിന്ന് വാലറ്റത്തെ കൂട്ടുപിടിച്ച് ജഡേജ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ഇന്ത്യയെ വൻ തോൽവിയിൽ നിന്ന് കരകയറ്റിയത്. ജഡേജ 181 പന്തിൽ 61 റൺസുമായി പുറത്താകാതെ നിന്നു. റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യൻ നിരയിൽ കാര്യമായ പ്രകടനം നടത്താൻ ആർക്കും സാധിച്ചില്ല. 39 റൺസ് എടുത്ത KL രാഹുൽ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടിനായി ജോഫ്രെ ആർച്ചറും ബെൻ സ്റ്റോക്സും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ഓൾറൗണ്ട് പ്രകടനവുമായി കളം നിറഞ്ഞ ബെൻ സ്റ്റോക്സ് ആണ് കളിയിലെ താരം. ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 357 റൺസിൽ തന്നെയാണ് ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് നിരയെ 193 എറിഞ്ഞൊതുക്കി ഇന്ത്യൻ ബൗളർമാർ ജയപ്രതീക്ഷ നൽകി. വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റ് നേടി. എന്നാൽ അവസാന ദിനം ഇംഗ്ലണ്ടിനായിരുന്നു ആധിപത്യം. ജയ്സ്വാളിനെ പുറത്താക്കി ജോഫ്രെ ആർച്ചർ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടു. പിന്നീട് ഒരു ഘട്ടത്തിലും ഇന്ത്യൻ താരങ്ങൾക്ക് താളം കണ്ടെത്താനായില്ല. മുഹമ്മദ് സിറാജിനെ പുറത്താക്കിയ ഷൊയബ് ബഷീർ ഇംഗ്ലണ്ടിന്റെ ജയം ഉറപ്പിച്ചു. ജയത്തോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് മുന്നിലെത്തി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.